അപ്പൊ സെലിബ്രിറ്റീസ് ആവാൻ കുറച്ചുകൂടി എളുപ്പമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വന്നാൽ എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ട് അവർക്ക്. പക്ഷെ ഇതിനകത്തുകൂടി മറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ അത്രയും അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന കുറെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നമ്മുടെ ഫാമിലി പോലെ തന്നെ അവർക്കകത്ത് പ്രത്യേക ഒരു ഫാമിലി സെറ്റപ്പ് ഉള്ള ഒരു ഇതാണ്. അമ്മ മമ്മി ഏറ്റവും നല്ല കൾച്ചറുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കേരളത്തിലാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. പുറത്ത് പോകുമ്പോൾ ചോദിക്കുക അമ്മ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആന്റി എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്കിളിനെ കാണുമ്പോൾ ഒരു വശപ്പശ തോന്നുന്നത്. അപ്പോൾ ചിത്ര ഒരു അമ്മയെന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അത് ഭക്ഷണം കഴിക്കാൻ പൈസ വേണം, ജോലി കൊടുക്കുന്നില്ല, ആൾക്കാർ വീട്ടിൽ കയറ്റുന്നില്ല. അതായത് ഇവർക്ക് പണ്ട് കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അതായത് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് വീട്ടിൽ ചെന്നാൽ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മഗ്ഗിലാണ് ഇവർക്ക് വെള്ളം കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഈ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അവര് ജെൻഡർ മാറുന്നത് എന്നുള്ളൊരു രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണോ ഈ സമൂഹം ഇപ്പോഴും അവർ അംഗീകരിക്കാത്തത്? ഈ തെറ്റായ ചിന്താഗതി എവിടെ നിന്നാണ് വരുന്നത്? സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴും അത് ചിന്തിക്കുന്ന കുറെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഒരു വസന്തം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും അത് ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മുസ്ലിം ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകള് ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പുണ്ട്. ചിത്ര പറയുന്ന ഒരു മതവിഭാഗത്തെ ഒന്നും കൂട്ടുപിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇതൊക്കെ ഓരോരുത്തരുടെ എന്താണ്, നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. പണ്ട് കാലത്ത് ഇതിനെ പല പേരുകളിട്ട് വിളിച്ച് അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം നമ്മൾ കാണാനിടയുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ, ജെൻസികളുടെ കാലഘട്ടത്തിലെത്തുമ്പോൾ അതിനൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. നമുക്കിപ്പോൾ ജെൻസികൾക്ക് അരാഷ്ട്രീയമാണ് നമ്മൾ എല്ലാ ചർച്ചകളും പറയുന്നത് അവർക്ക് ഇഷ്ടം. പക്ഷെ അവർ ആ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ഇപ്പൊ ബൈസെക്ഷൽ ആണെങ്കിൽ LGBTQ+ എല്ലാ കമ്മ്യൂണിറ്റിയും അവരുടെ ഓറിയന്റേഷൻ എന്താണ്, അതിനെ ഒരു നേരായ വിഷനിൽ കാണാൻ കഴിയുന്ന ഒരു സമൂഹം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ചിത്ര പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. വസന്തങ്ങളൊന്നുമല്ല, അവർ ആ കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ട് 70-ലും 80-ലും ജനിച്ച കാലഘട്ടത്തിലെ പഴയ ആൾക്കാരെ ഇപ്പൊ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ദൈവമുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശ്വാസിയായിട്ടുള്ള അമ്മ അതിനെ ഹനിക്കും വിധമായിരിക്കും മറുപടി പറയുന്നത്. അപ്പൊ അവരുടെ അത്തരം തോന്നലുകൾ ഇൻബിൽട്ട് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കും നമ്മുടേതായ കുറെ തോട്ടുകൾ നമ്മളിൽ ഉറഞ്ഞു കിടക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ പോളിഷ് ചെയ്യാൻ തയ്യാറാണ്. എന്താണ്, നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ്, ഫാസ്റ്റ് മൂവിങ് സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ അത് പ്രശ്നമുള്ള നമ്മൾ അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ആ കാലത്ത് അങ്ങനെയല്ല. ഇപ്പൊ പറഞ്ഞ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണോ? അത്തരത്തിലൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനും ചിത്രയൊക്കെ അർജുൻ ഹേമ എന്ന് പറയുന്ന ഒരു ട്രാൻസ്മെൻ ജേർണലിസ്റ്റിന്റെ പോപ്പിൻസിനായിട്ട് എടുത്തു, ഞാൻ നേഷൻ ഫസ്റ്റിനായിട്ട് എടുത്തു. അപ്പൊ അത്തരത്തിൽ അവരുടെ ഓറിയന്റേഷൻ തിരിച്ചറിയുന്നത് 21-ാമത്തെ വയസ്സിലാണ്. അവരിപ്പോഴും അച്ഛനുമായി മിണ്ടുന്നില്ല. അച്ഛൻ എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ പറയുന്നത്, അച്ഛൻ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, അവർക്കിനി പ്രണയിക്കാൻ കഴിയുമോ, വിവാഹം കഴിക്കാൻ കഴിയുമോ, അത്തരത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമോ, ഇതെല്ലാം സംശയമാണ്. കുറേയൊക്കെ എന്താണ്, ഈ നമ്മൾ ഏതൊരു വിഷയത്തെയും പ്രജുഡിസ്ഡായിട്ട് മൈൻഡായിട്ട് നോക്കി കാണുന്നത് പോലെ തന്നെ ഇതിനെയും പ്രജുഡിസ്ഡായി കാണുന്നു എന്നുള്ളൂ. ഇത് ഇപ്പം നേരത്തെ ചിത്ര പറഞ്ഞതുപോലെ സെക്ഷൽ ഫാന്റസിക്കോ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോൾ അത്തരത്തിലുള്ള ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവരെ അത്ര മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംവിധാനമല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കെബിൻ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും ആ ഒരു ഇതിനകത്ത് വിശ്വസിക്കുന്ന ഒരാളല്ല കേട്ടോ. അതായത് എന്താ പറയുക, പൊതുസമൂഹത്തിൽ അതായത് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നേരത്തെ ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ഇവരുടെ അടുത്ത്. അതായത് ഞാൻ കാണുന്നത് മൊത്തം എന്താ പറയാ, ഈ റോഡ് സൈഡിൽ ഉള്ള രീതിയിലാണ് ഞാൻ അറിയുന്നതും കേൾക്കുന്നതും. അവിടെ ഒരു തലമുറ മാറ്റത്തിന്റെ വിഷയമുണ്ട്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അതിന്റെ ഒരു സാധ്യത മാറുന്നു. ഇവരെന്തുകൊണ്ട് അതിലേക്ക് ചെന്നെത്തുന്നു അല്ലെങ്കിൽ എന്നുള്ള കാര്യം, അത് ഭക്ഷണം കഴിക്കാൻ പൈസ വേണം, ജോലി കൊടുക്കുന്നില്ല, ആൾക്കാർ വീട്ടിൽ കയറ്റുന്നില്ല. അതായത് ഇവർക്ക് പണ്ട് കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അതായത് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് വീട്ടിൽ ചെന്നാൽ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന മഗ്ഗിലാണ് ഇവർക്ക് വെള്ളം കൊടുത്തോണ്ടിരുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം നേരിട്ടുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പൊ അവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നു. പലരും
കേരളത്തിൽ നിന്നാൽ എന്താണ് രക്ഷപ്പെടില്ല എന്ന് കണ്ട് പലരും പുറം നാടുകളിലേക്ക് പോയിട്ടുണ്ട്. പലരും HIV ബാധിതമായിട്ട് മരിച്ചു പോയവരെ നമുക്കറിയാം. മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലതും അറിയാം. ഈ സ്ഥിതി മാറണം. ഇപ്പൊ നോക്കൂ, ഇലക്ഷനാണ് നടക്കുന്നത്. തദ്ദേശീയ ഇലക്ഷനിൽ എല്ലാ പാർട്ടികളും, ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 ട്രാൻസ് വുമൺ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് വലിയ സന്ദേശമാണ് നൽകുന്നത്. അവർക്കും ഇത്തരത്തിൽ സമൂഹം അവരെങ്ങാനും ജയിച്ചാൽ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. രണ്ടാമത്തെ കാര്യം നോക്കി, ഇവർക്ക് എത്രത്തോളം വോട്ടുകൾ കിട്ടുമ്പോ ചിത്ര നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വസന്തം എന്ന് സൂചിപ്പിക്കുന്ന 70, 80 അല്ലെങ്കിൽ ഒരു 45 വയസ്സിന് ശേഷം മുതൽ 70 വയസ്സ് വരെയുള്ളവരാണ്. അവർ ഇത്തരത്തിലുള്ള ഓറിയന്റേഷനുകൾ എങ്ങനെ കൈക്കൊള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ചിത്രയുടെ വീട്ടിൽ ചിത്രയുടെ അപ്പൂപ്പൻ അമ്മൂമ്മ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ അപ്പൂപ്പൻ അമ്മൂമ്മ, ഇവിടെയാണ് അരുണിമയെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ ഒരു ട്രാൻസ് വുമൺ നിൽക്കുന്നതെങ്കിൽ അവർക്ക് അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്. അതായത് പൊതുവായ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? പക്ഷെ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോലുള്ള പുതുതലമുറയിൽപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ലപോലെ ഇപ്പോഴത്തെ, ഇപ്പം ചിത്രയ്ക്കും എനിക്കും ഏകദേശം സമാന പ്രായമാണ്. അങ്ങനെയാണെങ്കിലും നമ്മളെക്കാൾ ഒരു 8 വയസ്സോ 9 വയസ്സോ അല്ലെങ്കിൽ 19, 20, 21 വയസ്സുള്ള കുട്ടികൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അവര് വീടിനകത്ത് നിന്ന് ഇവരെ ലിറ്ററേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഒരുപാട് വീടുകളിൽ അങ്ങനെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദില നൂറയ്ക്കുണ്ടായ അനുഭവം, ബിഗ് ബോസിന്റെ സമയത്ത് അതിനകത്തെ ആ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു, വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞു, ആ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ സംഭവം. മോഹൻലാലിന്റെ പേരിൽ എപ്പോഴും ബോഡി ഷേമിംഗ് നടത്തും, മറ്റു സമയത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, കൊറോണയ്ക്ക് പാത്രം കൊട്ടാൻ പറയും എന്നൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരൻ അതിലെടുത്ത് ഇപ്പൊ PR-ന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ആണെങ്കിലോ നിങ്ങൾ ഒരു എന്റെ വീട്ടിലേക്ക് കൊടുക്കാമെന്ന് പറയുന്നത് മോഹൻലാലിനെ നോക്കിക്കാണുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മോഹൻലാലിനെ ഒരു ഐക്കണായിട്ട് കാണുന്നവർക്ക്. മോഹൻലാലിനെ പോലൊരു വ്യക്തി ഇപ്പൊ പറയുമ്പോഴത്തേനും മോഹൻലാലിന് പ്രായമുള്ളവരും മോഹൻലാലിന് സ്ലീപ്പർ സെല്ലുകൾ ലാലേട്ടൻ ഇത്തരത്തിൽ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ ഇതേപോലുള്ള ഷോകളിലും മറ്റുകളിലും മുന്നോട്ട് കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. ഇവരെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. ഇവരെ എന്ന് പറയുമ്പോഴത്തേനും ഈ ഫൈസൽ മലബാറിന്റെ കേസിൽ അവിടെ നാദിറ വന്നിട്ടുണ്ടായിരുന്നു, നാദറ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് നാദറ ഒരു ട്രാൻസ് വുമൺ ആണ്, പക്ഷെ അവർക്കെതിരെ ഒന്നും ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ട്രാൻസ് വുമൺ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നല്ല പറഞ്ഞ LGBTQA+ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ സമൂഹത്തിൽ എന്താണ് എന്നുള്ളത്, സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്നുള്ള കൃത്യമായ ധാരണ ഇപ്പോഴുമില്ല. ഇപ്പോ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ, ഗേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിനൊക്കെ വളരെ വക്രീകരിക്കുന്ന പേരുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളുടെ സമാന പ്രായക്കാരുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഇപ്പോ ഒരു ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ 2 പെൺകുട്ടികൾ അടുത്ത സൗഹൃദം സൂക്ഷിക്കുകയാണെങ്കിൽ അവരെ ഇതുപോലുള്ള എക്സ്പീരിയൻസ് വിളിച്ച് കളിയാക്കുന്നുണ്ട്. പക്ഷെ അവർ സെക്ഷൽ ഓറിയന്റേഷൻ അതായിരിക്കില്ല. 2 ആൺ സുഹൃത്തുക്കൾ, ഇപ്പൊ നമ്മുടെ ഓഫീസിലായാലും പുറത്തായാലും നമ്മളെല്ലാവരും ഒരു സൗഹൃദ വലയത്തിനുള്ള അടുത്ത് പറയാൻ കഴിയുന്ന അവരെ അത്തരത്തിൽ കളിയാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അതായിരിക്കില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്നൊരു പ്രധാന പോയിന്റ് നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ടതാണ്. പിന്നെ ഫെമിനിയൻ അറ്റയറുകൾ നടക്കുന്ന നെവിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലെ റിയാസ് സലീമിനെ പോലുള്ള അവരൊക്കെ സമൂഹത്തിൽ നേരിടുന്ന ഇത്തരത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് അവരെയൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അവരതിനെ ഒരു ലിറ്ററേറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഒരാളെ ചിത്ര ഒരു വെൽ നോൺ ആങ്കറാണ്, എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരും. ഇടയ്ക്ക് ഏറിപ്പോവാറില്ലേ, സമാധാനപരമായി താഴെ നിൽക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഓറിയന്റേഷനുകൾ കൊണ്ട് മാത്രമേ മാറ്റി നിർത്തുക. അതായത് കഴിഞ്ഞ ദിവസം ഫൈസൽ മലബാർ നടത്തിയ സ്റ്റേറ്റ്മെന്റിലൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് പറയുമ്പോഴത്തേനാണ് ആദ്യഘട്ടത്തിൽ ചിത്ര പറഞ്ഞ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരൻ്റെ ഒരു ബിസിനസ്മാൻ ആണ്. പുള്ളിക്കാരൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ബിസിനസ്സുകാരന്മാർക്ക് അതെ, ബിസിനസ്സുകാര്, കലാകാരന്മാർ, ഇവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടെങ്കിൽ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഇപ്പം ചില സിനിമാ നടന്മാർ തിരിച്ചു പറയും, ചില ബിസിനസ്സുകാരും രാഷ്ട്രീയം പറയും. അപ്പം ലുലുവിന്റെ യൂസഫ് അലിയുടെ രാഷ്ട്രീയം എന്താണ് അറിയില്ല.
മമ്മൂട്ടി CPM കാരനാണെന്ന് പറയുന്നു. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണ് കൃത്യമായിട്ട് മോഹൻലാൽ ഇവിടെ RSS നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് എമ്പുരാനൊക്കെ റിലീസായി കഴിഞ്ഞ് അവിടുത്തെ BJP RSS കാരാണ് ഇവിടുത്തെ, അല്ലെങ്കിലും കുറച്ചുനാള് മുന്നേ തന്നെ ആൾക്ക് അങ്ങനെ അതെ അങ്ങനെയുള്ള പോകുന്നത്. അപ്പൊ ഇവരുടെ ഒന്നും ഇവർ കൃത്യമായി പറയില്ല. ഇവരാരെയും പിണക്കാനും കയ്യിൽ ഇണക്കാനും ആളുകളുടെ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കുറച്ചൊന്ന് ഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരപ്പൊ തന്നെ BJP. അതാണ് ഞാൻ പറയാം. ഫൈസൽ മലബാറിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ആദിലെ നൂറെ മാറ്റി നിർത്തി ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇത് നേരത്തെ ചിത്ര സൂചിപ്പിച്ച പോലെ ഇത് കാണുന്ന ബിസിനസ് മേഖലയിലുള്ള മറ്റുള്ളവരുടെ ചിന്ത അത് തന്റെ ബിസിനസിനെ ബാധിക്കുമോ എന്നുള്ളൊരു സാമ്രാജ്യം. ചെറിയൊരു കാര്യം മതി ഇത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ. അപ്പോൾ അത്തരത്തിലുള്ള പേടിയാണ് പുള്ളിക്കാരനെ മാറ്റി നിർത്തിയത്. അല്ലെങ്കിലും പുള്ളിക്കാരനെതിരെ വ്യാപകമായ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ, കഴിഞ്ഞ ദിവസങ്ങൾ ട്രോളുകളൊക്കെ ചിരിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ട്രോളുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ആൾക്കാർ, നേരത്തെ മാറി നിന്നിട്ടുള്ള ആൾക്കാർ പോലും ആ കുട്ടികൾക്ക് വിഷമമായല്ലോ എന്ന് വിചാരിച്ചൊരു മാനുഷിക പരിഗണന അനുസരിച്ച് അവര് കുറച്ച് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ആൾക്കാരും ആദില നൂറയുടെ ഭാഗത്താണ് നിന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ല, നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മള് എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ത്യയിൽ 28 സ്റ്റേറ്റിലും നൈബറിങ് 5 കൺട്രീസിലും ട്രാവൽ ചെയ്ത വ്യക്തിയാണ്. ഏറ്റവും നല്ല കൾച്ചറുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കേരളത്തിലാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. പക്ഷെ ഡൽഹിയിലുള്ള പോർഷ് ഏരിയാസിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ഏരിയകളിലും ഇത്തരത്തിൽ ഹൈ ക്വാളിറ്റി ലിവിങ് സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെ വന്ന് ശല്യം ചെയ്യുന്ന അത് അവരുടെ അവസ്ഥയാണ്. പക്ഷെ പിന്നെ ഇതിനകത്ത് ലോബികളുണ്ട്. ഇപ്പോ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ട്രെയിനിൽ കയറി പിരിച്ച് നമ്മളെ ഉപദ്രവിക്കുന്ന വാർത്തകളൊക്കെ തന്നെ കാണുന്നുണ്ട്. അതിപ്പോ ഇത് ദുരുപയോഗം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കൂ, ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നമ്മുടെ ഫാമിലി പോലെ തന്നെ അവർക്കകത്ത് പ്രത്യേക ഒരു ഫാമിലി സെറ്റപ്പ് ഉള്ള ഒരു ഇതാണ്. അമ്മ മമ്മി രണ്ട് കൺസേൺ. അത് വിശാലമായ ക്യാൻവാസ് ആണ്. അത് നമുക്ക് മറ്റേ ഇതിപ്പം മനോരമ റൂട്ട് മാപ്പ് വരച്ചാൽ പോലും എത്താത്ത ഒരു ഇതാണ്. അതിപ്പം ഞാൻ എൻ്റെ ഒരു ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ അമ്മ വീട്ടിലുണ്ട്, അപ്പൊ മമ്മി, രണ്ടുപേരും ഒരേപോലെയാണോ കൊണ്ടുവന്നത്. പക്ഷെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയെ പോലെ സ്നേഹം നൽകി, പോറ്റമ്മയെ പോലെ അവരവിടേക്ക് കൊണ്ടുപോവുകയും അവർക്ക് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും. ഇതിനകത്ത് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന മറ്റു കുറച്ച് ഇതുണ്ട്, അതായത് കിട്ടുന്ന പ്രിവിലേജസ് ഉണ്ട്. മറ്റേ അതേപോലെ തന്നെ ഇവർക്ക് അകത്തുണ്ടാകുന്ന സിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ അതിനകത്ത് ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാറ്റഗറി. ഈ ട്രാൻസ്ഫോൺ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു വലിയ ക്യാൻവാസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ നിലനിൽക്കുന്നത്. അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ കൃത്യമായി ചിത്ര പോപ്പിൻസിന് വേണ്ടി അത്തരത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ, ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ട്, രണ്ട് ഫാമിലിയിലും ഓറിയന്റഡ് ആയിട്ട് ഒരാളെ തീർച്ചയായും ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടും. അതെ അതെ, ഓരോ റീജിയണും ഇതെങ്ങനെയാണ്. ഇപ്പം മലബാർ റീജിയന് വേറൊരു തരത്തിലാണ്, തിരുവനന്തപുരം റീജിയന് വേറൊരു തരത്തിലാണ്. ഇപ്പൊ എറണാകുളത്ത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിനകത്തെ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ചുകൂടെ റിച്വലി ഹൈ ആവും. കേരളത്തിൽ ഇത്രയും റിച്വലി ഹൈ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അത് അവരുടെ ഒരു ആചാരത്തിന്റെയും മതപരമായിട്ടാണെങ്കിൽ പോലും എന്തൊക്കെയോ തരത്തിലുള്ള വിശ്വാസങ്ങളുടെയും ഭാഗമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ചിത്ര ഇപ്പൊ ഒരു മാതാവാണ്. അപ്പോ ഇത്തരത്തിൽ ചിത്രയുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ ചോദിക്കും അമ്മ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആന്റി എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്കിളിനെ കാണുമ്പോൾ ഒരു വശപ്പശക്ക് തോന്നില്ല. അപ്പൊ ചിത്ര ഒരു അമ്മ എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്? അതായത് ഇപ്പൊ അവൾക്ക് 7 വയസ്സാണുള്ളത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഹെയ്തി സാദിയ എന്ന് പറഞ്ഞിട്ട് ഹെയ്തി വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഹെയ്ദിനെ പിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം അവളെ ഹെയ്തി
വ്യക്തിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു അതൊരു ചേച്ചിയാണ് എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 7 വയസ്സുള്ള കുട്ടിയാണ്, അതിനെ അറിയാൻ പാടില്ല എന്താണ് ഇതെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. പക്ഷെ കുറച്ചുനാള് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടി ഇപ്പൊ പറയാണ് എനിക്കൊരു പെൺകുട്ടിയോടാണ് ഒരു ആകർഷണം തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഞാനിപ്പോ എനിക്ക് കുറച്ചുകൂടി എനിക്ക് നേരത്തെ ആണെങ്കിൽ ഞാൻ സമ്മതിക്കത്തേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചെന്നിരിക്കും. അതെ, അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ആളുകളൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു മാറ്റം സംഭവിച്ചത്. ഞാൻ എന്റെ മോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കും. ചിലപ്പോൾ കാരണം എന്താ ആ മാറ്റാൻ ശ്രമിക്കുന്നത് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ചിലപ്പോ അവർക്ക് ആ ഒരു തോന്നല് മാത്രമായിരിക്കും, പിന്നെ ഞാൻ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു ലെസ്ബിയൻ ആണ് അല്ലെങ്കിൽ ഞാനൊരു ബൈസെക്ഷൽ ആണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നല് മാത്രമായിരിക്കും. ചിലപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ആയിരിക്കില്ല. അപ്പോ കുറച്ചുകൂടി സംസാരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എതിർപ്പൊന്നും പറയാൻ ഞാൻ അതിനകത്ത് എതിർപ്പോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരുപാട് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്താണ് ബോധവൽക്കരണം ഇതിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലൊരു ക്രിയാത്മകമായിട്ടുള്ള ബോധവൽക്കരണം മുന്നോട്ട് വെക്കാനുണ്ടോ? ഇതിനകത്ത് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോ ഈ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടോ കാര്യമില്ല. കാരണം ഈ ആളുകൾക്ക് കുറച്ചു പേർക്കാണെങ്കിലും ഇപ്പൊ മനസ്സിലായിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഇപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ കെബിൻ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോ അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയെടുത്തോളം ഇവര് ഒരു സൈഡിൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ബന്ധമില്ലാത്തൊരു വേറൊരു യൂണിവേഴ്സിൽ പെടുന്ന ഒരാളുകളെ പോലെയാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, ഡേ ടു ഡേ ലൈഫിൽ അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, ആളുകളുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകൾ, സൈബർ ബുള്ളിങ്, ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി അറിയുന്നത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ സർജറി ചെയ്യുമ്പോ അത്രയും പെയിൻ എടുക്കുന്ന ഒരു സർജറിയാണ്. അപ്പം അവർക്ക് പാളി പോകുന്ന പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒരു അഡ്വാൻസ്ഡ് അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് പറയുമ്പോഴാണ് പണ്ടത്തെ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ വയസ്സായ ആൾക്കാരാണ്. പണ്ട് ഇതിന് സർജറി ഇല്ല, പണ്ട് കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് അവര് കുറച്ച് പ്രോസസ് ഉണ്ട് അതിന്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചൂടുവെള്ളം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ടും ഇത് മനസ്സിൽ അടക്കി പിടിച്ച് ട്രോമയാക്കി നടക്കുന്ന എത്രയോ പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവും. ഇത് ഈ സിസ്റ്റം അഡ്വാൻസ് അല്ലാത്ത ചിലർ മരിച്ചു പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പെയിൻഫുൾ ആണെന്ന് അറിഞ്ഞിട്ടും അവർ ആ ഒരു പ്രോസസ്സിന് തയ്യാറെടുക്കുന്നത് നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുക, നമ്മളെന്താണ് സോൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഇപ്പൊ വന്നിട്ടുണ്ട്. പഴയ ആൾക്കാർ അതിനെ നോക്കിക്കാണുന്നത് ഇതിപ്പോ അതാണ് ഈ ഒരു പ്രോസസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇപ്പൊ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണോ ആളുകള് ഇങ്ങനെ അല്ല അങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സർജറി ചെയ്യുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു സുഖത്തിന് വേണ്ടി മാത്രം അവരങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് ഈ ആളുകളൊന്ന് തിരിച്ചറിയണ്ടേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് ഇപ്പോ നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോ ഈ സോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിലേക്ക് എത്താൻ പറ്റാതെ ഭയങ്കരമായി ബുദ്ധിമുട്ടി വിമിഷ്ടപ്പെട്ട് ജീവിച്ച് ഒരു ഘട്ടത്തിൽ വീട് വിട്ടിറങ്ങി സർജറി ചെയ്ത് അതെന്ന് വെച്ചാൽ ബി എ ഹ്യൂമൻ ബീയിങ്, നമ്മളുടെ തോട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ സംതൃപ്തപ്പെടുത്താൻ, അതിപ്പം ഏത് കാര്യത്തിലും മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പൊ കാമത്തിന്റെ കാര്യത്തിൽ, ലിസ്റ്റിന്റെ കാര്യത്തിൽ സംതൃപ്തപ്പെടുത്താൻ വിശപ്പ് അതൊരു വികാരമാണ്. വിശപ്പ് എന്നുള്ള വികാരമാണ്. ഇപ്പൊ ചൂട് എടുക്കുന്ന തണുപ്പ് വന്നാൽ ചൂട് മാറും. അതേപോലെ അതിനേക്കാളും ഇന്റൻസിറ്റിയുള്ള നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ആ ജെൻഡറിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് മനസ്സിനുണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ്. അതിൽ നിന്ന് അതിൽ നിന്ന് മോചനം നേടാനായിട്ടാണ്
ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ മിഷനറിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇവർ ഈ സർജറികളെല്ലാം ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതിനെ ദുരുപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് ഇഷ്ടം പോലെയുണ്ട്. അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഒരു ലോബിയോ അല്ലെങ്കിൽ ഇതിനെ ഒരു കച്ചവട മാർഗമാക്കി വെച്ചിരിക്കുന്ന വാണിജ്യാടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നതായി പോകും. പക്ഷെ അങ്ങനല്ല, ഇത് കൃത്യമായി ലോബിയിങ് നടക്കുന്ന ഇത്തരക്കാരെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എന്താണ് ഭിക്ഷാടനം പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇത്തരത്തിൽ സംസ്ഥാനം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ ഒരു ശൃംഖല പ്രവർത്തിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് ഇതിനൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. മാത്രല്ല ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഇൻസ്റ്റഗ്രാമില് ഒരുപാട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതും ശരിക്കും പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നല്ലതാണ്, എന്താണ് അവരുടെ തെറ്റാണെന്നാണോ ചിത്ര? അല്ല, തെറ്റാണെന്നല്ല, അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടരുത്. അതായത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആവരുത്. എക്സ്പോസിങ് അല്ല. ഇൻസ്റ്റയില് എന്തെന്നാ ഇങ്ങനെ ട്രാൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ആളുകള് വിസിബിലിറ്റി കൂടും. ഓക്കെ, ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അല്ലാഞ്ഞിട്ട് കൂടി ഇപ്പൊ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുവഴി സെൽഫ് പ്രൊമോഷൻ, അതായത് കുറച്ചുകൂടി വിസിബിലിറ്റി കൂടാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോസിലൊക്കെ ഒരു പ്രത്യേക തരം കാറ്റഗറി തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലാണല്ലോ ആതിര നൂറയും നേരത്തെ പറഞ്ഞ വ്യക്തികളൊക്കെ. അതെ, അപ്പോ അങ്ങനെ കുറെ ആളുകൾ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ആവാൻ കുറച്ചുകൂടി എളുപ്പമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വന്നാൽ എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ട് അവർക്ക്. പക്ഷെ ഇതിനകത്തുകൂടി മറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ അത്രയും അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന കുറെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇത്തരം മേഖലകളിൽ ഉണ്ടാകും. സമൂഹം അംഗീകരിക്കുന്ന കാലത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു 2035 കൂടി ഇതൊക്കെ നോർമലൈസ് ആവും. അപ്പോഴേ ഈ നേരത്തെ പറഞ്ഞ വസന്തങ്ങളുടെ കാലം കഴിയുമായിരിക്കും. ഇല്ലെങ്കിൽ വസന്തങ്ങൾ ഒരുപക്ഷെ ഇത് ഇപ്പോഴത്തെ ആളുകൾ ഇനി വസന്തങ്ങളാവാതിരുന്ന ഇല്ല, അതിനൊരു സാധ്യതയില്ല. അതെ, പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ആളുകൾ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും ഉണ്ട് ആളുകൾക്ക് ഇങ്ങനെ എതിർക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എതിർത്തില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാറ്റം വരട്ടെ.